പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങളും UDF തിരിച്ചുപിടിക്കും. BJPയെ ഒരു കാരണവശാലും പത്തനംതിട്ട ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ ഇട കൊടുക്കത്തില്ല എന്നുള്ള ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം UDFന് വൻ വിജയം നേടിത്തരും. LDF ജില്ലയിൽ തകർന്നടിയും കേരളത്തിൽ തകർന്നടിയും പിണറായി ഭരണം അവസാനിപ്പിക്കുന്നുള്ള കേരളത്തിലെ എല്ലാവരുടെയും തീരുമാനമായി. മുഖ്യമന്ത്രിയൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വളരെ കഴിവുള്ള നിരവധി ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. നമസ്കാരം. വാശിയേറിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളും നേടുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. തിരുവല്ല മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ വർഗീസ് മാമൻ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. അദ്ദേഹം UDFിൻ്റെ പത്തനംതിട്ട ജില്ലയുടെ ചെയർമാൻ കൂടിയാണ്. കടുത്ത വിജയപ്രതീക്ഷയിൽ തന്നെയാണല്ലേ? പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജകമണ്ഡലങ്ങളും UDF തിരിച്ചുപിടിക്കും. അതിശക്തമായ ഇടതുപക്ഷ ഗവൺമെന്റിന് എതിരായുള്ളൊരു വികാരം, അതിലുപരി ഈ ജില്ലയിലെ MLA-മാർക്കെതിരെയുള്ള വികാരം, ശബരിമല യുവതീ പ്രവേശനം, ശബരിമല സ്വർണ്ണ കവർച്ച, ഇതൊക്കെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ടു. BJPയെ ഒരു കാരണവശാലും പത്തനംതിട്ട ജില്ലയിൽ അക്കൗണ്ട് തുറക്കാൻ ഇട കൊടുക്കത്തില്ല എന്നുള്ള ജനങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള തീരുമാനം UDFന് വൻ വിജയം നേടിത്തരും. ഏതൊക്കെ മേഖലയാണ് നിങ്ങൾക്ക് പിന്തുണ നൽകിയത്? നമുക്ക് എല്ലാ മേഖലയും, ന്യൂനപക്ഷ മേഖല ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ശബരിമല യുവതീ പ്രവേശനത്തെ പേരും സ്വർണ്ണ കവർച്ചയുടെ പേരിലും ഭൂരിപക്ഷ സമുദായങ്ങൾ പോലും അവരുടെ ഒരു ഭക്തിയെ, ഒരു വിശ്വാസത്തെയാണ് അത് ബാധിച്ചത്. അതുകൊണ്ട് എല്ലാ വിഭാഗങ്ങളും UDFനെ അനുകൂലിച്ചൊരു ഘടകമാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. 5 നിയോജകമണ്ഡലങ്ങളും വ്യക്തമായ വിജയം നേടും. തിരുവല്ല എങ്ങനെയാണ് പ്രകടനം? എങ്ങനെയാണ് വോട്ടുകൾ ഉണ്ടാവുക? ഭൂരിപക്ഷം എത്രയായിരിക്കും? കേരളത്തിലെ മൊത്തത്തിലുള്ള ഇടത് വിരുദ്ധ തരംഗം തിരുവല്ലയിൽ മാഞ്ഞടിച്ചു. അതിലുപരി 20 വർഷമായി തിരുവല്ല നേരിട്ടൊരു വികസന മുരടിപ്പ് തിരുവല്ലയിൽ ചർച്ച ചെയ്യപ്പെട്ടു. തിരുവല്ലയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വികസനം ഈ നാട്ടിൽ നടന്നിട്ടില്ല. അതുപോലെ മല്ലപ്പള്ളി, കല്ലുപ്പാറ, പഴയ കല്ലുപ്പാറ നിയോജകത്തിൻ്റെ ഭാഗം മാനിക്കാട്, കുന്നന്താനം ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ആകെ തിരുവല്ലയിൽ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും കഴിഞ്ഞ കാലങ്ങളിൽ ജനപ്രതിനിധി അഡ്രസ്സ് ചെയ്തിട്ടില്ല. ഇതെല്ലാം ജനങ്ങൾ ഐക്യജനാധിപത്യ മുന്നിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണ്. തന്നെയുമല്ല, പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും തിരുവല്ലയിൽ 13,000 വോട്ടിൻ്റെ മുൻതൂക്കം UDFനുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റി അടക്കം 9ഓളം പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് ഭരണമുണ്ട്. അപ്പോൾ ജനങ്ങൾ 7,500 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവിടെയും തന്നു. അതെല്ലാം നിലനിർത്തും. ചരിത്ര വിജയം തിരുവല്ലയിലുണ്ടാവും. ആറന്മുള മണ്ഡലത്തിലെ മന്ത്രി വീണ ജോർജിനെതിരെ കടുത്ത പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിൽ. വീണ ജോർജിനെതിരെ അബിൻ വർക്കി നല്ല വിജയം നേടും. 5 നിയമമണ്ഡലത്തിലും നല്ല മിന്നുന്ന വിജയം ആറന്മുളയിൽ UDFനുണ്ടാവും. ശരിക്കും LDF അങ്ങനെ ഉണ്ടെങ്കിൽ തകർന്നടിയുമെന്നാണോ പറയുന്നത്? സംശയം എന്താ? LDF ജില്ലയിൽ തകർന്നടിയും കേരളത്തിൽ തകർന്നടിയും. പിണറായി ഭരണം അവസാനിപ്പിക്കുന്നുള്ള കേരളത്തിലെ എല്ലാവരുടെയും തീരുമാനമാണ്. യഥാർത്ഥത്തിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാരുടെയും തീരുമാനം. അവരുടെ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായി നിന്നുമല്ലേ? ഒറ്റക്കെട്ടായിട്ട് ജില്ലയിൽ ടീം UDF ആണ്. ഞാൻ UDFിൻ്റെ ജില്ലാ ചെയർമാനാണ്. 5 നിയോജകമണ്ഡലത്തിലും UDFിൽ അവസരമില്ലാതെ, UDFിൽ റിബലില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ എങ്ങനെയും UDF സ്ഥാനാർത്ഥി ജയിക്കണം എന്നുള്ളതാണ്. സ്ഥാനാർത്ഥികൾ രംഗത്ത് വന്നതിന് ശേഷം ഒരവശബ്ദവും ജില്ലയിലുണ്ടായില്ല. ഒറ്റക്കെട്ടായിട്ടാണ് കേരളത്തിൽ ടീം UDF, പത്തനംതിട്ട ജില്ലയിലും ടീം UDF. സാമുദായിക സമവാക്യങ്ങളൊക്കെ UDFിന് അനുകൂലമായി നിന്നു. അത് ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? സാമുദായികമായി ഒരിക്കൽ പോലും നമ്മളൊരു വേർതിരിവിനെ കൂട്ടുനിന്നിട്ടില്ല. എങ്ങനെയും സാമുദായിക വേർതിരിവുണ്ടാക്കി വോട്ട് നേടാൻ ഇടതുപക്ഷവും BJPയും പല കുൽസൃത ശ്രമങ്ങളും നടത്തി. അതിനെ അതിജീവിച്ച് എല്ലാ സമുദായങ്ങളെയും ഒറ്റക്കെട്ടായിട്ട് നിർത്തിക്കൊണ്ട് UDFിൻ്റെ ഗവൺമെൻറ് വരണമെന്നുള്ള വലിയ ലക്ഷ്യത്തിൽ നമ്മൾ മുമ്പോട്ട് പോയി. ആരായിരിക്കും മുഖ്യമന്ത്രി? താങ്കളുടെ അങ്ങനെ പറയാറായിട്ടുണ്ടോ? മുഖ്യമന്ത്രിയൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കും. ആരെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ വളരെ കഴിവുള്ള നിരവധി ആളുകൾ കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ട്. ഞങ്ങൾ സഹർഷം അതിനെ സ്വാഗതം ചെയ്യും.